നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് 5 മാസം. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധർണ. കവർച്ചാ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും BJP UDF പ്രവർത്തകർ പോലീസ് പിടിയിൽ. അതാത് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണമെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PK ചന്ദ്രശേഖരൻ. CPI ലോക്കൽ സമ്മേളന തിരക്കിൽ. വിവിധയിടങ്ങളിൽ പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. വേതന കുടിശ്ശിക എത്രയും വേഗം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എറിയാട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധർണ സംഘടിപ്പിച്ചു. തുടർന്ന് BDOയ്ക്ക് നിവേദനവും നൽകി. എറിയാട് പഞ്ചായത്തിൽ 1,10,00,000 രൂപയാണ് തൊഴിലാളികൾക്ക് വേതനമായി ലഭിക്കാനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ് വേതനം ഇത്രയും വൈകാൻ കാരണം എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തൊഴിലാളികളുടെ വേതന കുടിശ്ശിക എത്രയും വേഗം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധർണ സംഘടിപ്പിച്ചു. തുടർന്ന് BDOയ്ക്ക് നിവേദനവും നൽകി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം KS രാജീവൻ അധ്യക്ഷത വഹിച്ചു. മതിലകം സെന്ററിൽ നിന്നും ബ്ലോക്ക് ഓഫീസിലേക്ക് നടന്ന തൊഴിലാളികളുടെ പ്രകടനത്തിന് തൊഴിലുറപ്പ് ഭാരവാഹികളായ ഡൈനു ലോറൻസ്, ഐഷ മോഹനൻ, സുഹറ, ഷർമിള, റഹീന, മിനി, പ്ലാസ്കിന, രതി, പ്രമീള, സിന്ധു സജീവൻ, നിഷ, സുബൈദ, സുഹ്റാബി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. വിവിധ കവർച്ചാ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും BJP UDF പ്രവർത്തകർ പോലീസ് പിടിയിൽ. ഇത് സംബന്ധിച്ച് അതാത് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണമെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PK ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി RSSും BJPയും കൊടുങ്ങല്ലൂരിലും തൃശ്ശൂർ ജില്ലയിലും സംസ്ഥാനത്തുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും കുഴൽപ്പണ ഇടപാടുകളുമൊക്കെ ഒരുപാട് കേരളം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമല്ല കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരാണെങ്കിൽ അതിനേക്കാൾ കുറെ കൂടി വർദ്ധിത വീര്യത്തോടു കൂടി അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായി അങ്ങനെ അക്രമ പ്രവർത്തനങ്ങൾ കുറവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ നിലപാടുകൾ എടുക്കുന്നതോടുകൂടി കുറെ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏരിയ കമ്മിറ്റി അംഗം KR ജയത്രൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി TP പ്രബേഷ്, നേതാക്കളായ ഷീല രാജ്കമൽ, അഷ്റഫ് സബാൻ, CV ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന സാഹോദര്യ പദയാത്രയുടെ സന്ദേശ പ്രചരണാർത്ഥം SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് അമീർ അലി പതിയാശ്ശേരി നയിക്കുന്ന സാഹോദര്യ യാത്രാ വാഹന പ്രചരണം കോതപ്പറമ്പിൽ നിന്ന് ആരംഭിച്ചു. ജാഥ ക്യാപ്റ്റൻ അമീർ പതിയാശ്ശേരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഫസീല ഹാനിഫ് ഉദ്ഘാടനം ചെയ്തു. പതാക കൈമാറി. സെക്രട്ടറി സിജു സുലൈമാൻ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി ആകട്ടെ കേരളവും ഇന്ത്യയും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം. സാഹോദര്യ പദയാത്ര, രാഷ്ട്രീയ പദയാത്ര എന്നാണ് പേരിടേണ്ടത്. പക്ഷേ അതിൽ ഒത്തിരി കൂടി ഒരു പടി മുന്നോട്ട് കടന്നുകൊണ്ട് ക്രിയാത്മകമായി സാഹോദര്യ ബോധം ഉയർത്തുന്ന രീതിയിലുള്ള ഒരു പദയാത്രയായിരിക്കണം. ഇത് ജനങ്ങൾക്കിടയിൽ യോജിപ്പിന്റെ, ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും വികാരങ്ങൾ ഉയർത്തുന്ന ഒരു ജാഥയായിരിക്കണം, പര്യടനമായിരിക്കണമെന്ന് വെൽഫെയർ പാർട്ടിക്ക് നിർബന്ധമുണ്ട്.
CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മേത്തല വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. കുന്നംകുളം സെന്ററിൽ ചേർന്ന പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ എംപിമാര് ഏതെങ്കിലും കാര്യത്തിൽ വഖഫ് ബില്ലുമായി പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ വയനാടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഉണ്ടല്ലോ, പ്രിയങ്ക ഗാന്ധി, വിപ്പ് കൊടുത്തിട്ട് പോലും വന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സായത് എന്താണ്, കടന്നു വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ, അത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ, അത് വോട്ടിനിടുമ്പോൾ ഒക്കെ തന്നെ BJPയുടെ B ടീമായി ആര് പ്രവർത്തിക്കും? കോൺഗ്രസ് പ്രവർത്തിക്കും. BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ജില്ലാ കൗൺസിൽ അംഗം VR സുനിൽകുമാർ MLA, ജില്ലാ കൗൺസിൽ അംഗം PP സുഭാഷ്, സംഘാടക സമിതി ചെയർമാൻ KM സലീം, AM സായൂജ്, KM രതീഷ് എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കൊരട്ടി യൂണിയൻ ഒരുക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കോനൂരിലുള്ള കൊരട്ടി പഞ്ചായത്ത് മൈതാനിയിൽ ആരംഭിച്ചു. പള്ളിപ്പറമ്പിൽ വള്ളിയമ്മ അഞ്ചക്കളവൻ സ്മാരക ട്രോഫിക്കും 20,000 രൂപ ക്യാഷ് അവാർഡിനും കണ്ണമ്പള്ളി ജാനകിരാമൻ റണ്ണേഴ്സ് ട്രോഫിക്കും 10,000 രൂപ ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള മത്സരങ്ങളിൽ FC കോനൂരിനെ പരാജയപ്പെടുത്തി ഫ്രണ്ട്സ് മേലൂരും SNSC പാലിശ്ശേരിയെ പരാജയപ്പെടുത്തി FC മാണിക്യമംഗലവും പ്ലേയേഴ്സ് മാമ്പ്രയെ പരാജയപ്പെടുത്തി. ശേഷിച്ച മത്സരങ്ങളും സെമിഫൈനൽ, ഫൈനൽ മത്സരങ്ങളും ഇന്ന് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് 5 മാസം. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധർണ. കവർച്ചാ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും BJP UDF പ്രവർത്തകർ പോലീസ് പിടിയിൽ. അതാത് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണമെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PK ചന്ദ്രശേഖരൻ. CPI ലോക്കൽ സമ്മേളന തിരക്കിൽ വിവിധയിടങ്ങളിൽ പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.